ഇത് വളരെ ഗൗരവതരമായിട്ടുള്ള പ്രശ്നമാണ്. മന്ത്രിമാർ ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയ തെറ്റിദ്ധരിപ്പിക്കലാണ്. അവിടെ ആളില്ല എന്ന് പറഞ്ഞ് രക്ഷാപ്രവർത്തനങ്ങൾ വൈകിപ്പിച്ചത് അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പാകപ്പിഴയാണ് എന്ന് സംശയം. ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് LDFന്റെ കാലത്ത് മാത്രമാണ് ആരോഗ്യ മേഖലയ്ക്ക് നേട്ടമുണ്ടായിട്ടുള്ളത്, UDFന്റെ കാലത്ത് ഒന്നും ഉണ്ടായില്ലെന്നാണ് പറഞ്ഞത്. ഇത് UDFന്റെ കാലത്ത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അതിനെ സ്പെയർ ചെയ്തവരാണോ ഇന്ന് രാജ്യം ഭരിക്കുന്നത്? നിങ്ങളെല്ലാം പഴയ കാലത്തിൻ്റെ കണക്കും താരതമ്യം അതിന് കണക്ക് പറഞ്ഞ് ഈ ഓരോ ജില്ലയിലും സർക്കാർ മെഡിക്കൽ കോളേജ് അനുവദിച്ചത് ആരാ? പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നവരാണ് ഇവരാണെന്നല്ല പറയുന്നത്. പക്ഷേ ആ മെഡിക്കൽ കോളേജുകളെ ശക്തിപ്പെടുത്താൻ പോലും ഇവരൊന്നും തീരുമാനിച്ചിട്ടില്ല. UDFന്റെ കാലത്തെ കുറ്റം പറഞ്ഞ് എത്ര കാലം നിങ്ങളിങ്ങനെ ഈ കെടുകാര്യസ്ഥത തുടരും? UDFന്റെ കാലത്തെ കുറ്റം പറഞ്ഞിട്ട് എത്ര കാലം തുടരും? 9.5 കൊല്ലമായിട്ട് നിങ്ങളല്ലേ ഭരിക്കുന്ന നാട്. ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, നിങ്ങൾ മെഡിക്കൽ കോളേജ് ഉണ്ടായ സംഭവങ്ങൾ നിസ്സാരമായിട്ട് തള്ളാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, അല്പസ്വല്പം പാകപ്പിഴകൾ ഉണ്ടാകുമ്പോൾ ആ ഉണ്ടാകുന്ന പാകപ്പിഴകളെ പരിഹരിക്കാനുള്ള താല്പര്യം കാണിക്കേണ്ടത്, അല്ലാതെ അത് ചൂണ്ടിക്കാണിക്കുന്നവരെ ഇത് പറഞ്ഞ് വിമർശിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ അവിടെയാണ് പ്രശ്നം. ആ സിസ്റ്റത്തിനാണ് പ്രശ്നം. എന്തെങ്കിലും കണ്ടാൽ വിമർശനം വരുമ്പോൾ ആ വിമർശനം സഹിക്കവയ്യാതെ പറയുന്ന സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റത്തിനാണ് പ്രശ്നം. ആരോഗ്യമന്ത്രി രാജിവെക്കുന്ന ആവശ്യം UDF അല്ലെങ്കിൽ കോൺഗ്രസ് അതിനി പറഞ്ഞിട്ട് അല്ല. അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പം ജനങ്ങൾ തീരുമാനിക്കാൻ പോവല്ലേ, അത് 3-4 മാസം കൂടെ കഴിഞ്ഞാൽ. ഈ കോട്ടയത്തെ അപകടത്തിൽ ഏതെങ്കിലും അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ടോ കോൺഗ്രസ്? കോൺഗ്രസ് ഏതായാലും അന്വേഷണം ആവശ്യപ്പെടും. ഞാനിപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് സംസാരിച്ച് ആ ചാണ്ടിയുമ്പൻ അവിടെ ഉണ്ടായിരുന്നു, അവരെല്ലാം അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണം വേണമല്ലോ എന്തായാലും. എന്തുകൊണ്ട് രക്ഷാപ്രവർത്തനം വൈകി? ആരുമില്ലാന്ന് മന്ത്രി ആരാ ധരിപ്പിച്ചത്? മന്ത്രി പറയാൻ കാരണം എന്താണ്? ഇതൊക്കെ അന്വേഷിക്കണമല്ലോ തീർച്ചയായിട്ടും. അതേപോലെ തന്നെ ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കെട്ടിടം എത്ര വർഷമായി മെയിൻറ്റെയിൻ ചെയ്തില്ല? ഇത് പുതിയ കെട്ടിടമാണെന്നേ. സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുള്ള PMSS സ്കീം. ആ കെട്ടിടം തടി തുടങ്ങിയിട്ട് 2014 2022 തീർത്ത് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ് കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞ് കെട്ടിടം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അതിന് ഇയർലി മെയിൻ്റനൻസ് നടത്തിയില്ലെങ്കിൽ ചോർച്ചയുണ്ടാവും, പ്രശ്നമുണ്ടാവും. ഉപകരണങ്ങളാണെങ്കിൽ പുതിയ ഉപകരണങ്ങളാണ്, അതും മെയിൻ്റനൻസ് ആവശ്യമുള്ളവരാണ്. നമ്മുടെ ആശുപത്രി കെട്ടിടം മെയിൻറ്റെയിൻ ചെയ്യുന്ന PWD ആണ്. നമ്മുടെ PWD അല്ല ഈ കെട്ടിടം നിർമ്മിച്ചത് ആരാച്ചാൽ നമ്മുടെ തിരുവനന്തപുരത്തെ ഇവരുടെ HLL നിയമിച്ചത്. അതുകൊണ്ട് HLL നിർമ്മിച്ചൊരു കെട്ടിടത്തിന് ഞങ്ങൾ അറ്റകുറ്റി പണി ചെയ്യില്ല എന്നാണ് അവരൊന്ന് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യാതിരുന്നത്. അതുകൊണ്ട് എന്തായി? ഇപ്പോൾ ആ കെട്ടിടങ്ങളിൽ പലതും ഡോക്ടർമാർ തന്നെ പറയുന്നു ഉപയോഗശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ്. പലതും ഒരു ശ്രദ്ധയുമില്ല. ഇത് രക്ഷാപ്രവർത്തനം വൈകിയത് ഈ മന്ത്രി ആരുമില്ല എന്ന് പറഞ്ഞുകൂടി കൊണ്ടാണല്ലോ. അപ്പോൾ ഇതിന് താമസിക്കാൻ കാരണമായവർക്കെതിരെ നരഹത്യക്കെതിരെ കേസെടുക്കണമെന്നുണ്ട്. അല്ല, സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ഇത്തരം ഒരു ഗുരുതരമായിട്ടുള്ള സംഭവം നടന്നിടത്ത് മന്ത്രി എത്തിക്കഴിഞ്ഞിട്ട് അവിടെ ആരുമില്ല എന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടാക്കി രക്ഷാപ്രവർത്തനം വൈകിച്ചു? അതിന് മന്ത്രി സമാധാനം പറഞ്ഞേ മതിയാവും. അതിനെന്താണ് നിയമപരമായിട്ടുള്ള വംശങ്ങൾ എന്നുള്ളത് പരിശോധിച്ചിട്ട് ചെയ്യേണ്ടത്.